ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഏദൻ തോട്ടത്തിലെ ലത. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതാ കണ്ടോ, വാട്ടർ ക്യാനിൽ വെച്ചിരിക്കുന്ന കൂവയാണ്. പണ്ടൊക്കെ ഇത് നമ്മുടെ വിളയിൽ ധാരാളം ഉണ്ടായിരുന്നല്ലേ. അതങ്ങനെ പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഒന്നും വിളകളിൽ. ഈ മാവ്, പ്ലാവ് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ധാരാളം ഉണ്ടാവും. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ നവംബർ മാസം മുതൽ ഇങ്ങനെ ചെന്നിട്ട് ഓരോ ചുവടെടുക്കും. അതിൻ്റെ ആ വെട്ടിയെടുക്കുന്ന ഭാഗത്ത് തന്നെ വീണ്ടും അതിൻ്റെ തണ്ട് കുത്തി വെച്ചിട്ട് വരും. അല്ലാതെ പ്രത്യേക പരിചരണമൊന്നും കൂവയ്ക്ക് നട്ട് പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്കിപ്പം പണ്ടത്തെ പോലെ സ്ഥലമൊന്നും ഇല്ലല്ലോ. പിന്നെ ഉള്ള സ്ഥലത്ത് കുറച്ചെന്തെങ്കിലുമൊക്കെ ഇതുപോലെ എവിടെയെങ്കിലും വെച്ചിരുന്നാലേ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ വിളവെടുക്കുന്ന സമയമാകുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ, മതിലിന് മുകളിൽ പൈനാപ്പിൾ വെച്ചിരിക്കുന്ന. ആ പൈനാപ്പിൾ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു മൂലയിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. എത്ര തന്നെ സ്ഥലപരിമിതി ഉണ്ടായാലും നമുക്ക് ഇതുപോലെ ഒഴിഞ്ഞ ക്യാനുകളിലോ ടയർ കുട്ടയിലോ ചാക്കുകളിലോ ഒക്കെ ഒരു 5 ചുവട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചാൽ നമുക്ക് നമ്മളെ സ്വന്തമെന്ന് പറഞ്ഞ് ആ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ സമയമാകുമ്പം നമുക്ക് വിളവെടുക്കാം. അതൊരു സന്തോഷമല്ലേ. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് എന്തെല്ലാം ഉൾക്കൊള്ളിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഏദൻ തോട്ടത്തിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതുപോലുള്ള കണ്ടെയ്നറുകളിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പ്രയോജനം കൂടെ നമുക്കുണ്ട്. നമുക്ക് ഈ വെട്ടിക്കളയ്ക്കൽ അങ്ങനത്തെ ഒരു അധ്വാനം നമുക്ക് ഒഴിവായി കിട്ടും. ഇത് വിളവെടുക്കാൻ സമയമാകുമ്പോൾ ഇത് കമഴ്ത്തി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള വലിയ അധ്വാനം ഇതിനകത്ത് പ്രയോഗിക്കേണ്ടി വരുന്നില്ല എന്നുള്ള ഒരു പ്രയോജനവും കൂടെ ഈ ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമുള്ള കൃഷിക്കുണ്ട്. ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് എത്രത്തോളം വിളകൾ ഉൾക്കൊള്ളിച്ച് നമുക്ക് പ്രയോജനകരമായ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നറിയാൻ ശ്രമിക്കുന്നവർ നമ്മളെ ചാനൽ ഏദൻ തോട്ടം, നമ്മുടെ ഏദൻ തോട്ടം സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള കൃഷി കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. താങ്ക് യു. ബൈ.